والصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിലെ കിതാബുൽ ഇഖ്ലാസിൽ റിയാവുമായി ബന്ധപ്പെട്ട ബാബാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബിലെ അടുത്ത ഹദീസ് وعن محمود بن لبيد قال خرج النبي صلى الله عليه وسلم فقال محمود بن لبيد رضي الله عنه പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ ഇടയിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇയ്യാകും വശിർക്കസ് സറായിർ, നിങ്ങൾ സൂക്ഷിക്കണം, രഹസ്യമായിട്ടുള്ള ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഖാലു, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ ശിർക്കുസ് സറായിർ, എന്താണ് രഹസ്യമായിട്ടുള്ള ശിർക്ക്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂമുർ റജുലു ഫയുസല്ലി, ഒരു വ്യക്തി അവൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നു, ഫയുസയ്യിനു സ്വലാതഹു ജാഹിദൻ ലിമാ യറാ മിൻ നദരിൻ നാസ് ഇലൈഹി, അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ആളുകൾ അവനെ നോക്കുന്നുണ്ട് എന്നവന് മനസ്സിലായപ്പോൾ അവൻ വേണമെന്നുകൊണ്ട് തന്നെ ആ നിസ്കാരം ഒന്ന് നന്നാക്കി ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കലാണ് ശിർക്കുസ് സറായിർ. ഫദാലിക ശിർക്കുസ് സറായിർ, അതാണ് ശിർക്കുസ് സറായിർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നമ്മൾ റിയായിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ അതൊരു ചെറിയ കാര്യമാണ് എന്ന നിലക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം പാപങ്ങളെ നമ്മൾ വിചാരിക്കുക, ഇപ്പോ മദ്യപാനമോ വ്യഭിചാരമോ കട്ടെടുക്കലോ അങ്ങനെ പാപങ്ങൾ, ഗീബത്തോ നമീമത്തോ അങ്ങനെ പാപങ്ങൾ എടുക്കുക. അപ്പുറത്ത് ശിർക്കെടുക്കുക, ഏതാണ് ഗൗരവം? ശിർക്കാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിന് കീഴിൽ വരാത്ത കാര്യമാണ് ശിർക്കോടുകൂടി മരണപ്പെടുന്ന ഒരു വ്യക്തി. ബാക്കിയുള്ള പാപങ്ങൾ അള്ളാഹുവിന്റെ മശിയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. ഈ ഷിർക്കിൽ ഗൗരവം കൂടിയതും കുറഞ്ഞതും, അഥവാ ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അസ്ഗർ, ആ ഷിർക്കുൻ അസ്ഗറിനാണ് റിയായിൽ എണ്ണീട്ടുള്ളത്. അധിക പണ്ഡിതന്മാരും പറഞ്ഞു, അള്ളാഹുവിന്റെ മശിയത്തിന് കീഴിൽ പൊറുക്കൽ ലഭിക്കാതെ, അഥവാ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഷിർക്കുൻ അസ്ഗർ ആണെങ്കിലും അത് സംഭവിച്ചവന് ശിക്ഷ അനുഭവിച്ചിട്ടേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നരകത്തിൽ ഖുലൂദ് ഉണ്ടാവില്ല. ഷിർക്കുൻ അക്ബർ സംഭവിച്ച ആളുകൾക്ക് മാത്രമാണ് നരകത്തിൽ ശാശ്വതമായിട്ടുണ്ടാവുക. ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചവർക്കും ശിക്ഷ ലഭിക്കും, അതിനുശേഷം മാത്രമേ സ്വർഗപ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അള്ളാഹു പുറത്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മറ്റേത് പാപങ്ങളെക്കാളും ഗൗരവമുള്ള കാര്യമാണ് റിയാ എന്നുള്ളത്. പല ആളുകൾക്കും അതിന്റെ ഒരു ഗൗരവം മനസ്സിലാകാറില്ല. അപ്പൊ അത്ര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ ഷിർക്കുൻ ഖഫീ എന്ന് ഇന്നലത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഷിർക്കുസ് സറായിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അടുത്ത ഹദീസ്. وعن محمود بن لبيد أن رسول الله صلى الله عليه وسلم قال إن أخوف ما أخاف عليكم الشرك الأصغر, നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും ഭയപ്പെടുന്ന കാര്യം ഷിർക്കുൽ അസ്ഗർ ആണ്, അത് ചെറിയ ഷിർക്കാണ്. قالوا وما الشرك الأصغر يا رسول الله, സഹാബികൾ ചോദിച്ചു, എന്താണ് റസൂലേ ഷിർക്കുൽ അസ്ഗർ? قال الرياء, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിയാ ആണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യലാണ്. يقول الله عز وجل إذا جزى الناس بأعمالهم, അല്ലാഹു തആല ജനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ആളെ പരലോകത്ത് അള്ളാഹു ഈ റിയാ സംഭവിച്ച ആളുകളോട്, അതിൽ നിന്ന് തൗബ ചെയ്യാതെ അങ്ങനെ മരണപ്പെട്ട ആളുകളോട് പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ, ആരെ കാണിക്കാനാണോ നിങ്ങൾ ദുനിയാവിൽ കർമ്മങ്ങൾ ചെയ്തത് അവരുടെ അടുക്കിലേക്ക് പോവുക. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅൻ, എന്നിട്ട് നോക്ക് അവരെന്തെങ്കിലും പ്രതിഫലം തരുന്നുണ്ടോ, അവരെന്താണ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതെന്ന് നോക്കി നോക്കുക എന്ന് പറയും. അഥവാ ഒരു കളിയാക്കിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ ആരെയും കാണിക്കാനോ ആരെങ്കിലും അറിയാനോ ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും സ്ഥാനം ലഭിക്കാനോ ഒന്നിനുമാകരുത് അള്ളാഹുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അത് അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം. അടുത്ത ഹദീസ്, وعن أبي سعيد بن أبي فضالة وكان من الصحابة قال سمعت رسول الله صلى الله عليه وسلم يقول إذا جمع الله الأولين والآخرين ليوم القيامة ليوم لا ريب فيه, ഒരു സംശയമില്ലാതെ ഉള്ള അന്ത്യനാളിൽ അള്ളാഹു എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ നാദ മുനാദ്, ഒരാൾ വിളിച്ചു പറയും, മൻ കാന അശ്റക ഫീ അമലിഹി ലില്ലാഹി അഹദൻ, ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ കർമ്മങ്ങളിൽ ആരെയെങ്കിലും പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ
ഫലിയത്ലുബ് തവാബഹു മിൻ ഇൻദിഹി, അവന്റെ പ്രതിഫലം ആരെയാണോ പങ്കു ചേർത്തത് അവരിൽ നിന്ന് അവൻ തേടട്ടെ. ഫഇന്നല്ലാഹ അഗ്ന ശുറകാഇ അനി ശിർക്ക്, അല്ലാഹു തആല ഒരു പങ്കുകാരനും ആവശ്യമില്ലാത്ത വിധം ഗനിയാണ്, ഐശ്വര്യവാനാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കും നമ്മൾ ആലോചിച്ചാൽ മതി, അള്ളാഹു നമുക്ക് റിസ്ക് നൽകുന്നതിലോ നമ്മെ സൃഷ്ടിക്കുന്നതിലോ മറ്റൊന്നിലും അള്ളാഹുവിനൊരു പങ്കുകാരനോ ഒരു സഹായമൊന്നുമില്ല. പിന്നെ അള്ളാഹുവിന് ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് പുറമെ ഒരാളെ കാണിക്കാൻ, ആളുകളുടെ ഇടയിൽ സ്ഥാനം കിട്ടാൻ, ആളുകൾ മദ്ഹ് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നതോ അള്ളാഹു ആ കർമ്മം സ്വീകരിക്കുകയില്ല. ഇതേ ആശയത്തിലുള്ള ഒരു ഹദീസാണ് വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, أنا أغنى الشركاء عن الشرك فمن عمل لي عملا أشرك فيه غيري فأنا منه بريء وهو للذي أشرك. الله പറഞ്ഞാൽ أنا أغنى الشركاء عن الشرك, ഒരു പങ്കുകാരും ആവശ്യമില്ലാത്ത വിധം ഗനിയായിട്ടുള്ള നിരാശ്രയനായിട്ടുള്ളവനാണ് ഞാൻ. ആരെങ്കിലും എന്നിൽ എന്തിനെങ്കിലും പങ്കു ചേർത്തിട്ട്, റിയാണ് ഉദ്ദേശം, ആരെങ്കിലും കാണാനോ കേൾക്കാനോ വേണ്ടിയിട്ടൊക്കെ പങ്കു ചേർത്ത് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഒഴിവാണ്. ആ അമലും അള്ളാഹ്ക്ക് വേണ്ട, അവനിൽ നിന്നും അള്ളാഹു ഒഴിവാണ്. അത് ആ പങ്കു ചേർത്തവനാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. പങ്കു ചേർക്കുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹു ഒരു കർമ്മത്തെ സ്വീകരിക്കൂല. അത് മുഴുവനായിട്ട് ആരെയാണോ പങ്കു ചേർത്തത് അവന് വേണ്ടിയുള്ളതായിട്ട് മാറും. അപ്പൊ ഗൗരവമുള്ള വിഷയമാണ് റിയാ. കാരണം അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വറവാ ബൈഹഖി അൻ യഅല ഇബ്നു ശദ്ദാദ് അൻ അബീഹി ഖാല, സ്വഹാബികൾ പറയുമായിരുന്നു, കുന്നാ നഉദ്ദു റിയാ ഫി സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർക്കൽ അസ്ഗർ. സ്വഹാബികൾ പറയാണ്, ഞങ്ങൾ റിയാഇനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഷിർക്കുൽ അസ്ഗർ ആയിട്ടാണ് എണ്ണീട്ടുണ്ടായിരുന്നത്. ഷിർക്കിന്റെ ഭാഗമായിട്ടാണ് അവർ റിയായിനെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് സ്വഹാബികൾ പറയുന്നത് നമുക്ക് കാണാം. ഈ കിതാബിലെ അല്ലെങ്കിൽ ഈ ബാബിലെ തന്നെ അവസാനത്തെ ഹദീസ് وعن أبي علي رجل من بني كاهل قال خطبنا أبو موسى الأشعري رضي الله عنه فقال, ഒരിക്കൽ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്ക് ഖുതുബ നിർവഹിച്ചു. മസ്ജിദിൽ ഖുതുബ നിർവഹിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലത്താണ്. ആ ഖുതുബയിൽ അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ ഹാദ ശിർക്ക്, നിങ്ങൾ ഈ ശിർക്കിനെ സൂക്ഷിക്കണം. ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, അത് ഉറുമ്പിന്റെ, ദബീബ് നംൽ പറഞ്ഞ രണ്ടർത്ഥത്തിൽ പറയും. ഒന്ന് ഉറുമ്പിന്റെ കാലടി വെക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ ഉറുമ്പിന്റെ കാലടിപ്പാടിന്റെ അടയാളങ്ങൾ, രണ്ടർത്ഥത്തിലും പറയും. അതിനേക്കാൾ ഗോപ്യമാണ് എന്ന് പറയും. അത് നമ്മൾ കേൾക്കൂല, പക്ഷെ അതിനേക്കാൾ ഗോപ്യമായിട്ട് ചില ഹദീസുകളിൽ കാണാം, കറുത്ത പാറക്കല്ലിന്റെ മുകളിലൂടെ ഒരു രാത്രിയിൽ ഒരു ഉറുമ്പ് നടക്കുമ്പോഴുണ്ടാകുന്ന അടയാളമോ ശബ്ദമോ അത്രയും ഗോപ്യമായിട്ട് ഷിർക്ക് അത്രയും ഗോപ്യമാണെന്ന് പറഞ്ഞു. فقام إليه عبد الله بن حزن وقيس بن مضارب فقال, ഇത് കേട്ടപ്പോ അബ്ദുല്ലാഹ് ബിൻ ഹസനും വഖൈസ് ബിൻ മുളാരിബ് എന്നീ രണ്ട് വ്യക്തികൾ എഴുന്നേറ്റ് നിന്നിട്ട് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഫഖാല വല്ലാഹി ലതഖ്റുജന്ന മിമ്മാ ഖുൽത ഔ ലനഅതിയന്ന ഉമറ മഅദൂനൻ ലനാ ഔ ഗൈറ മഅദൂനിൻ. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് വ്യക്തമായ തെളിവ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഉമറിന്റെ അടുക്കിലേക്ക് പോകും. ഉമറിന്റെ അടുത്ത് അനുവാദം കിട്ടിയിട്ടോ അല്ലെങ്കിലോ ഞങ്ങൾ ഉമറിന്റെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ വാദം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞു. കാരണം ഒരു സ്വഹാബി പറഞ്ഞ വാക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ്. ശിർക്ക് അത്രയും ഗൗരവമുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതിന് ദലീൽ എന്താണെന്ന് കൃത്യമായി അറിയിക്കണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൽ അഖ്റുജു മിമ്മാ ഖുൽതു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന് ഞാൻ ദലീൽ പറയാം, ഞാൻ എവിടെ നിന്നാണ് പറഞ്ഞതെന്ന് പറയാം. ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാതി യൗമിൻ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഖുതുബ നിർവഹിച്ചു. ഫഖാല, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹാബി പറയണത് എന്താണ്? ഇത് ഞാൻ പറഞ്ഞതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതാണ് എന്നുള്ള റിവായത്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് തഖൂ ഹാദ ശിർക്ക് ഫഇന്നഹു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. പറഞ്ഞു, ഈ ഇതേ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫഖാല ലഹു മൻ ഷാ അല്ലാഹു അൻ യഖൂൽ,
അപ്പോൾ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വകൈഫ നത്തഖീഹി വഹുവ അഖ്ഫാ മിൻ ദബീമിൻ നംലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഇത്രയും ഗോപ്യമായിട്ടുള്ളതാണെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുക, അതിനുള്ള ഞങ്ങൾക്കുള്ള രക്ഷ എന്താണ് എന്നൊരു സ്വഹാബി ചോദിച്ചു. ഖൂലു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഖൂലു അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ തഅലമുഹു. നിങ്ങൾ പറയാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്താണ് ദുആ? ശിർക്കിന്റെ രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ എല്ലാ ശിർക്കിൽ നിന്നും രക്ഷ ചോദിച്ചിട്ടുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. എന്താണ്? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു, മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു, അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു, വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലമുഹു, അറിയാതെ ഞങ്ങൾ അറിവില്ലാതെ നിന്നിൽ എന്തെങ്കിലും ശിർക്ക് രഹസ്യമായി ഗോപ്യമായിട്ട് നിലക്ക് സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇസ്തിഗ്ഫാറും തേടുന്നു എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. ഷിർക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആലോചിക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും ഷിർക്കിൽ നിന്ന്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഷിർക്കിന്റെ ഗൗരവമുള്ള കാര്യത്തിൽ നിന്നാണ് തൗഹീദ് തഹ്ഖീഖ് ചെയ്ത മുവഹ്ഹിദീങ്ങളുടെ ഇമാമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൽ നിന്ന് സുരക്ഷിതരല്ല എങ്കിൽ, അഥവാ ഭയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക് എത്ര ഭയപ്പെടണം. അപ്പൊ ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദുആകളിൽ ഒരു തവണയെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു വനസ്തഗ്ഫിറുക ലിമാ ലാ നഅലം. ഇൻഷാ അല്ലാഹ് ഈ കിതാബുൽ ഇഖ്ലാസ് ഇവിടെ അവസാനിച്ചു. അടുത്തത് കിതാബിൽ കിതാബുസ് സുന്ന, സുന്നത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുന്നത്തിന്റെ പ്രാധാന്യവും മറ്റും അറിയിക്കുന്നതാണ്. അടുത്ത ദിവസം നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും.